നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. Flexi Electronics and Home Appliances. Flexi Life Easy. ബാർ ഉടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ. അറ്റോർണി എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ. കേന്ദ്രത്തെ പ്രതിഷേധം അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി. വിമർശനവുമായി സുബ്രഹ്മണ്യം സ്വാമിയും. ഇന്ത്യ പാക് ബന്ധത്തിൽ ഗതിമാറ്റവുമായി മോദി ഷെരീഫ് കൂടിക്കാഴ്ച. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കും. സുരക്ഷാ ഉപദേഷ്ടാക്കൾ ചർച്ച നടത്തും. മോദി അടുത്ത വർഷം പാകിസ്ഥാനിലേക്ക്. അരുവിക്കര തോൽവിയിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന് CPI. BJP വളർച്ച വിലയിരുത്തണം. ഇനി ഘടകകക്ഷികൾ LDFിലേക്ക് എത്താനും ബുദ്ധിമുട്ട്. സുതാര്യത ഉറപ്പാക്കാൻ CPI പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തി. തിയേറ്റർ സമരത്തെ ചൊല്ലി എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ ഭിന്നത രൂക്ഷം. ഒരു വിഭാഗം A ക്ലാസ് തിയേറ്ററുകൾ ബാഹുബലി പ്രദർശിപ്പിച്ചു. പ്രേമം സിനിമയുടെ സെൻസറിങ്ങിനുള്ള കോപ്പി അന്വേഷണ സംഘത്തിന് കൈമാറി. മലയാളം സിനിമകളുടെ സെൻസറിംഗ് താൽക്കാലികമായി നിർത്തി. ISL താരലേലത്തിൽ മലയാളി താരം റിനോ ആൻഡോയെ 90 ലക്ഷം രൂപയ്ക്ക് കൊൽക്കത്ത സ്വന്തമാക്കി. അനസ് ഡൽഹി ഡൈനാമോസിൽ. സുനിൽ ഛേത്രിയും യുഗിൻസണും കോടിപതികൾ. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സ്വകാര്യ ബാർ ഉടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ഹാജരായി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് റോത്തഗി ഹാജരായത്. മുകുൾ റോത്തഗിയുടെ ആവശ്യം പരിഗണിച്ച് ബാർ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. ജസ്റ്റിസുമാരായ അനിൽ ആർദാവെ, AK അഗർവാൾ എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്ന് ബാർ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് കണ്ണൂരിലെ 4 സ്റ്റാർ ഹോട്ടലായ സ്റ്റാർ പേർലിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരായത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ മുമ്പും ഹാജരായിട്ടുണ്ടെന്നും ഈ കേസിൽ അരമണിക്കൂറോളം തനിക്ക് വാദിക്കാനുണ്ടെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. അറ്റോർണി ജനറലിന്റെ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയോടെയാണ് അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം കോടതിയിൽ ബാർ കേസിൽ ഹാജരായത്. എന്നാൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ നയത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ അറ്റോർണി ജനറൽ ഹാജരായത് വിവാദമാകാനാണ് സാധ്യത. ബാർ കോഴ കേസിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുടെ നിയമോപദേശം വിജിലൻസ് DGP വിൻസെന്റ് പോൾ തേടിയിരുന്നു. KM മാണി ഉൾപ്പെട്ട ബാർ കോഴ കേസിൽ എന്നാൽ നിയമോപദേശം നൽകുവാൻ അറ്റോർണി ജനറൽ തയ്യാറായിരുന്നില്ല. ബാർ കോഴ കേസിൽ നിയമോപദേശം നൽകിയ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നാഗേശ്വർ റാവുവും ഇന്ന് ബാർ ഉടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി എന്നത് ശ്രദ്ധേയമാണ്. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ബാർകോഴ കേസിൽ അറ്റോർണി ജനറൽ ഉടമകൾക്ക് വേണ്ടി ഹാജരായത് തെറ്റായിപ്പോയെന്ന് മുഖ്യമന്ത്രി. അധാർമികമായ നടപടിയാണത്. ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇത് കീഴ്വഴക്കമില്ലാത്ത കാര്യമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മദ്യനയ കേസിൽ ബാർ ഉടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരായത് ഭരണഘടനാ പദ്ധതിക്ക് വിരുദ്ധമാണെന്ന് കോൺഗ്രസ്. ബാർ ഉടമകൾക്ക് വേണ്ടി വാദിക്കാൻ അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ പോകുമോ എന്ന് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ചോദിച്ചു. KM മാണി പ്രതിയായ ബാർ കോഴ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും BJPയും ചേർന്ന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും കുറ്റപ്പെടുത്തി. മദ്യനയക്കേസിൽ 4 സ്റ്റാർ ബാറിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരായതിനെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. അറ്റോർണി ജനറൽ ഭരണഘടനാ പദവിയുടെ വിലയിടിച്ചതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുമ്പൊരിക്കലും അറ്റോർണി ജനറൽമാരുടെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടി ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് വക്താവ് ആനന്ദ് ശർമ്മ പറഞ്ഞു. If that is true, it is shocking. It has never happened in the past. The Attorney General of India, that's a constitutional position, is not meant to take up such matters. മുകുൾ റോത്തഗി ഹാജരായതിൽ BJPക്കകത്ത് തന്നെ അഭിപ്രായ ഭിന്നത ശക്തമാണ്. ബാർ ഉടമകൾക്ക് വേണ്ടി വാദിക്കാൻ അറ്റോർണി കേരള ഹൈക്കോടതിയിൽ പോകുമോ എന്നായിരുന്നു ട്വിറ്ററിൽ സുബ്രഹ്മണ്യം സ്വാമിയുടെ പരിഹാസശരം. KM മാണി പ്രതിയായ ബാർകോഴ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും BJPയും ചേർന്ന് പ്രവർത്തിക്കുന്നതായി VS അച്യുതാനന്ദൻ ആരോപിച്ചു. AG ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായതോടെ ഈ കള്ളക്കളി തെളിയിക്കപ്പെട്ടു. ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരാകാൻ അറ്റോർണിക്ക് അനുമതി നൽകിയത് കേരളത്തിലെ BJP നേതൃത്വമാണ്. ഇതിലൂടെ മാണിയെ രക്ഷിക്കാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ശ്രമമെന്ന് VS കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, ദില്ലി. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അറ്റോർണി ജനറലിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആന്റണി രാജു, അജയ് തറയിൽ, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഒപ്പം തന്നെ BJP സംസ്ഥാന നേതാവ് VV രാജേഷും. ആദ്യം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അറ്റോർണി ജനറൽ ഹാജരാകാൻ പാടില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ധാർമ്മികമായി അത് ശരിയല്ല എന്ന് അറ്റോർണി ജനറൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് തൻ്റെ വാദം ഉന്നയിക്കുന്നത്? നികേഷ്, അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പോസ്റ്റാണ്. ആർട്ടിക്കിൾ 76 പ്രകാരമുള്ള ഒരു നിയമനമാണ് അറ്റോർണി ജനറലിന്റെ നിയമനം. അതുപോലെ തന്നെ ഒരുപാട് റൂൾസ്, ഇവരുടെ പെർഫോമൻസിന്റെ റൂൾസ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ റൂൾസിലാണ് അവർ എന്ത് ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശകനാണ് അറ്റോർണി ജനറൽ.
കേന്ദ്ര സർക്കാർ എവിടെ ഏത് കേസിൽ കക്ഷിയാണെങ്കിലും ആ കേസിൽ അറ്റോർണി ജനറലിന് എന്ത് തന്നെ ആയാലും ഹാജരാവാൻ പാടുകയില്ല എന്നുള്ള പൂർണ്ണ ഒരു നിയന്ത്രണമാണ് ഈ റൂൾസ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള പ്രൈവറ്റ് കേസുകൾ അതേപോലെ തന്നെ പൊതുതാൽപര്യ PSUകൾ മുതലായവയുള്ള കേസുകളിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസിൽ ഹാജരാകുന്നോ, അതിനകത്ത് കേന്ദ്ര സർക്കാർ പാർട്ടിയല്ലാത്ത ഏത് കേസിൽ ഹാജരാകുന്നോ അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടിയായിരിക്കണം എന്നുള്ള ഒരു എക്സംഷനാണ് ഇവർക്ക് ഈ റൂൾ പ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കേസിലും അവർക്ക് ഹാജരാകാം, പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്ന് മാത്രം. അത് റിട്ടേണിൽ അനുമതി ചോദിക്കണം, റിട്ടേണിൽ അനുമതി കിട്ടിയിരിക്കുകയും വേണം. അത് ഏത് കേസിൽ കിട്ടിയാലും നിയമപരമായിട്ട് ഇവർക്ക് ഏത് കേസിൽ ഹാജരാവാനും ഒരു തെറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അറ്റോർണി ജനറൽ ഈ കേസിൽ ഹാജരായതിൽ നിയമപരമായിട്ടൊരു തെറ്റുമില്ല. നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ തന്നെ ധാർമ്മികതയാണ് ഇതിനകത്തുള്ളത്. അത് പിന്നെ ഓരോ വ്യക്തികളാണ് അത് നിശ്ചയിക്കേണ്ടത്, അതിനകത്ത് ഹാജരാവണോ വേണ്ടയോ എന്നുള്ള കാര്യം. ധാർമ്മികതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധാർമ്മികതയാണെങ്കിൽ തന്നെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് ധാർമ്മികം മാത്രമാണ് എങ്കിൽ തന്നെയും ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ. ഇന്നിപ്പോൾ കള്ള് കേസിലാണ് ഹാജരായിട്ടുള്ളത്, നാളെ ഒരു പെണ്ണ് കേസിലും ഹാജരാകും. അങ്ങനെ ഒരു സ്റ്റേറ്റ് എതിർകക്ഷിയായ കേസിൽ ഹാജരാകുന്നത് പ്രൊപ്രൈറ്റി ആണോ? എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ അറ്റോർണി ജനറലിന്റെ നടപടി തികച്ചും അധാർമികം എന്നതിലുപരി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞാൻ പറയും. ഇത് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു വാദമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയാൻ കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഈ ചട്ടങ്ങളിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന് തടസ്സമില്ല, ആക്ഷേപമില്ല എന്ന് ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയാണ് ശ്രീ ഹാരിസും മറ്റും പറയുന്നത്. ഒരു പക്ഷേ അറ്റോർണി ജനറലും ഉന്നയിക്കാൻ സാധ്യതയുള്ള ഇല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന വാദമുഖം അതാണ്. പക്ഷെ അതിലുപരിയായി ചില കാര്യങ്ങളുണ്ട്. ഭരണഘടനയുടെ 12ാം അനുച്ഛേദം അനുസരിച്ചിട്ട് ഭരണകൂടത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഭരണഘടനാപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ പാർലമെന്റോ ഇല്ലെങ്കിൽ കോടതിയോ മാത്രമല്ല, ഒരു പക്ഷേ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്വത്വത്തെയാണ് ഭരണഘടനയുടെ 12ാം അനുച്ഛേദം സ്റ്റേറ്റ് അഥവാ ഭരണകൂടം എന്ന സംജ്ഞയിലൂടെ വിവക്ഷിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഭരണഘടനയുടെ 76ാം അനുച്ഛേദം അനുസരിച്ച് നിയമിക്കപ്പെടുന്ന കേന്ദ്രത്തിന്റെ ഉന്നത നിയമ ഉദ്യോഗസ്ഥൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ, അതിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ, അവർ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിനെതിരെ ഒരു സ്വകാര്യ അഭിഭാഷകനെ പോലെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിന്റെ യഥാർത്ഥ ഭരണഘടനാപരതയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് കേവലം ഒരു ചട്ടങ്ങളുടെ സാങ്കേതികത്വത്തിൽ നിന്ന് ഉപരിയായി ഭരണഘടനയുടെ അന്തസ്സത്തയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുന്ന കാര്യമാണ്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയവും സംസ്ഥാന സർക്കാരിൻ്റെ നയവും ഒരേപോലെ ബാധകമാണ്. ഭരണഘടനാ പദവിയുള്ള ഒരാൾ സംസ്ഥാന സർക്കാരിൻ്റെ നയത്തെ എതിർക്കുമ്പോൾ ഞാൻ കേന്ദ്രം പറയുന്നതാണോ സംസ്ഥാനം പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? ഇതിപ്പോൾ കോടതിയിലാണ്, കോടതി അന്തിമ തീരുമാനം എടുക്കുമായിരിക്കും. കേന്ദ്ര സർക്കാർ നൽകിയ ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ പറയുന്നു ഇവിടെ മദ്യം ഒഴുക്കണം എന്ന്, സംസ്ഥാന സർക്കാർ പറയുന്നു അങ്ങനെ മദ്യം ഒഴുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന്. സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാതെ ഇതിലൊരു തകരാറുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു ലേമാൻ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നികേഷ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ റൂൾസ് അത് വളരെ പരമപ്രധാനമാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു പെർമിഷൻ എടുക്കാതെ ഏതൊരു കേസിലും ഏതൊരു പ്രൈവറ്റ് കേസിലും അദ്ദേഹത്തിന് ഹാജരാവാൻ പാടുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരിന് ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ് ഈ കേസിന്റെ അന്തസ്സത്തെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പെർമിഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതിനകത്ത് അറ്റോർണി ജനറൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷമാണ് ഒരു കേസിൽ ഹാജരാകുന്നത്.
ഇങ്ങനത്തെ ഒരു കേസിൽ മാത്രമല്ല, ഇങ്ങനെ അനേകം കേസുകളിൽ ലോ ഓഫീസർമാർ ഹാജരാവുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ അവിടെ ഒരു വൈകാരിക വിഷയമായതാണ് നമ്മളെല്ലാം പെട്ടെന്ന് നോട്ടമിട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്ന് ഡീസൽ സബ്സിഡി കേസിൽ കേരള സർക്കാരിനെതിരെ ഹാജരായത് അറ്റോർണി ജനറലാണ് ഓയിൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ 62 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓയിൽ കമ്പനികൾക്ക് വേണ്ടി കേരള സർക്കാരിനെതിരെ ഹാജരായത് അറ്റോർണി ജനറലാണ്. ഇങ്ങനെ നിരവധി കേസിൽ അവർ ഹാജരാവുന്നുണ്ട്. ഈ കേസിൽ ഹാജരാകുമ്പോൾ എല്ലാം അവർ കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ പെർമിഷനാണ് അവരെടുക്കുന്നത്. അതിന്റെ കാരണം തന്നെ ഇതാണ്, ഏതെങ്കിലും കേസിൽ കേന്ദ്ര സർക്കാർ തോന്നുകയാണ് ഇത് നമ്മുടെ പോളിസിയുമായിട്ട് ചേർന്ന കേസല്ല, അത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പോളിസിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ഒരു കേസാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഏത് ലോ ഓഫീസറെയും വിലക്കാം. അവർക്ക് ഒരു ആള് റിക്വസ്റ്റ് കൊടുത്താൽ അത് പെർമിഷൻ കൊടുക്കണമെന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് പെർമിഷൻ അല്ല. അത് അവർ മൈൻഡ് അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെയായിരിക്കും ഈ പെർമിഷൻ എല്ലാം നൽകുന്നത്. പെർമിഷൻ കൊടുത്തതിന്റെ സാങ്കത്യമാണ് എങ്കിൽ ശ്രീ വി രാജേഷ്, പണ്ട് അഭിഷേക് മനു സിംഗ്വി, അന്ന് ഒരു ഔദ്യോഗിക പദവിയും അഭിഷേക് മനു സിംഗ്വിക്ക് ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൻ്റെ വക്താവ് മാത്രമായിരുന്നു. പിന്നീട് നളിനി ചിദംബരവും ഗവൺമെൻറ്റും കോൺഗ്രസും തമ്മിലൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പി ചിദംബരത്തിൻ്റെ ഭാര്യ മാത്രമായിരുന്നു. ഇവർ രണ്ടുപേരും ലോട്ടറി കേസിൽ ഹാജരായപ്പോൾ എന്തായിരുന്നു ഈ നാട്ടിൽ പുകില്? അന്ന് നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇന്ന് നിങ്ങളാണ് അറ്റോർണി ജനറലിനെ അയച്ചിരിക്കുന്നത്. നികേഷ്, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ 2-3 വശങ്ങളിൽ ചർച്ച, ഒന്ന് ധാർമ്മിക വശം, മറ്റൊന്ന് രാഷ്ട്രീയ വശം, മറ്റൊന്ന് നിയമവശം. ഈ 3 വശങ്ങളും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറായി. ഇന്ന് രാവിലെ സുപ്രീം കോടതിയുടെ മുമ്പാകെ പരിഗണിച്ച കേസിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു കക്ഷിയായിരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു കക്ഷിയാകാത്ത കേസ് സുപ്രീം കോടതി മുമ്പാകെ വരുമ്പോൾ അറ്റോർണി ജനറൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിന് ഹാജരാകാം. നിയമത്തിൽ അത് പറയുന്നുണ്ട്. 1987 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോ ഓഫീസേഴ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് റൂൾസ് 1987 അതിൽ 8ാമത്തെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ഹാജരാകാൻ പാടില്ല എന്ന് പ്രൊഹിബിഷൻ പറയുമ്പോൾ തന്നെ 10ാമത്തെ റിലാക്സേഷൻ ക്ലാസ്സിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോടുകൂടി പ്രൈവറ്റ് മാറ്റേഴ്സിൽ ഹാജരാകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓപ്പോസിറ്റ് പാർട്ടി അല്ലാത്തൊരു കേസിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഹാജരാകുന്നതിന് നിയമ തടസ്സമില്ല. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ 11/12/2014 ഗവൺമെന്റ് അഭിഭാഷകർ ഇതുപോലുള്ള പ്രൈവറ്റ് കേസുകൾ ഹാജരാകുന്നത് കൊണ്ട് അവർക്ക് ഗവൺമെന്റിന്റെ കേസുകളിലെ ഫോക്കസ് കുറയുന്നു എന്ന ഒരു ചോദ്യം പാർലമെന്റിൽ ഉയർന്നു വന്നപ്പോൾ സദാനന്ദ ഗൗഡ ലോ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3155 അനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുത്തത് ഗവൺമെന്റ് അഭിഭാഷകർ പരമാവധി പ്രൈവറ്റ് കേസുകളിൽ ഹാജരാവലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ഇതാണ് ഗവൺമെന്റ് നിലപാട്. അങ്ങനെ നിലപാടുള്ളപ്പോൾ തന്നെ അവർക്ക് ഹാജരാകാനുള്ള ഒരു നിയമം ഉള്ളതനുസരിച്ച് അദ്ദേഹം ഇന്ന് ഹാജരായി. ഇതാണ് ഇന്ന് അവിടെ സംഭവിച്ചത്. അതെ, അങ്ങനെ ഹാജരാകുന്നതിലെ ഒരു അപാകതയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നതുപോലെ തന്നെ ഒരു മലയാളി കൂടിയാണ്. എൻ്റെ സംസ്ഥാന സർക്കാർ പറയുന്നു മദ്യനിരോധനമാണ് ഇവിടെ ഉദ്ദേശം, അതിന് ഘട്ടം ഘട്ടമായി ഞങ്ങൾ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ആദ്യഘട്ടമായി ബാർ ഉപേക്ഷിക്കുകയാണ് എന്ന്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഭരണഘടനാ പദവിയുള്ള അറ്റോർണി ജനറൽ പറയുന്നത് അതല്ല, കേരളത്തിൽ മദ്യം ഒഴുക്കേണ്ടതുണ്ട് എന്ന്. ഞാൻ എന്ന ഇന്ത്യൻ പൗരൻ, മലയാളി, ഏതാണ് വിശ്വസിക്കേണ്ടത്? നികേഷ്, കേരള ഗവൺമെന്റിന്റെ അക്കാര്യങ്ങൾ പറയാൻ കേരള ഗവൺമെന്റ് അഭിഭാഷകൻ അവിടെ ഉണ്ട്. ഞാൻ പേഴ്സണൽ കപ്പാസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ലോ, നികേഷ് അത് ഓർക്കുമല്ലോ. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടല്ല മുകുൾ റോത്തഗി അവിടെ അവതരിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ നിലപാടാണ്. അദ്ദേഹം ഫീസ് വാങ്ങിക്കൊണ്ട് ഇവിടെയാണ് കീഴ്വഴക്കത്തിന്റെ പ്രശ്നം. പേഴ്സണൽ കപ്പാസിറ്റിയിൽ അറ്റോർണി ജനറലിനെ പോലെ ഒരാൾ, അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനപ്പുറത്തേക്ക് ക്യാബിനറ്റിൽ, സെൻട്രൽ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ കഴിയുന്ന, പാർലമെന്റിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ നിയമപരമായി വിശദീകരിക്കാൻ അധികാരപ്പെട്ട, നിയമനിർമ്മാണം 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പോലും രാഷ്ട്രപതി അഭിപ്രായം തേടുന്നയാളാണ് അറ്റോർണി ജനറൽ. നാളെ ഈ മദ്യനയം ഒരു നിയമമായി വരികയാണ്, അത് ഏതെങ്കിലും വിധത്തിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുകയാണെങ്കിൽ രാഷ്ട്രപതി അഭിപ്രായം തേടേണ്ടയാളാണ് ഈ അറ്റോർണി ജനറൽ. അങ്ങനെ ഒരാൾക്ക് ഒരു സംസ്ഥാനം എതിർകക്ഷിയായ കേസിൽ എങ്ങനെയാണ് ഹാജരായി ഈ പ്രൈവറ്റ് പാർട്ടിയുടെ വാദം കേൾക്കാനാവുക? നികേഷ് പറഞ്ഞതിന്റെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഒരു പരിധി കൂടി കടന്നു പറയാം. ഭാഗികമായി അംഗീകരിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വിശദീകരിക്കും. അറ്റോർണി ജനറൽ പക്ഷേ
താങ്കൾ പറഞ്ഞൊരു തെറ്റുണ്ട്, അതും കൂടെ വിശദീകരിക്കാം. പറയൂ. താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ലോ ഓഫീസേഴ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് റൂൾസ് 1987 പറഞ്ഞു. റൂൾസ് 10 അനുസരിച്ച് അദ്ദേഹത്തിന് ഹാജരാകാനുള്ള ഗവൺമെന്റ് പെർമിഷനോടുകൂടി ഹാജരാകാനുള്ള അനുവാദമുണ്ട്. നിയമം നിലനിൽക്കുന്നു. അങ്ങനെയാണ് കേസ്. ആ നിയമം മാറട്ടെ. പിന്നെ ഇന്നു രാവിലെ 11 മണിക്ക് ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കേസ് പരിഗണിക്കുമ്പോൾ നാളെയോ മറ്റന്നാളോ വരാൻ പോകുന്ന സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഒരു അഭിഭാഷകനോ ഒരു ജഡ്ജിനോ പെരുമാറാൻ സാധിക്കില്ല. അതാണ് അതിനുള്ള മറുപടി. എങ്കിൽ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, നാളെയോ മറ്റന്നാളോ വരാനിരിക്കുന്ന സാഹചര്യം മുൻനിർത്തി ഒരു അഭിഭാഷകന് ഹാജരാകാതിരിക്കാൻ കഴിയില്ല എന്നാണ് വി രാജേഷ് BJPക്ക് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ കഴിയണ്ടേ അറ്റോർണി ജനറലിന്? ഒരു സ്വകാര്യ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലുള്ള പണവും വേണം, അറ്റോർണി ജനറൽ എന്ന പദവിയും വേണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഈ രാജ്യത്ത് ഇവിടെ വി രാജേഷ് വിശദീകരിക്കുന്നത് പോലുള്ള നയങ്ങൾ ഉണ്ടെങ്കിൽ, തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ? തീർച്ചയായും നികേഷിന്റെ ചോദ്യത്തിലാണ് അതിന്റെ യഥാർത്ഥ പ്രസക്തമായ ഉത്തരം കുടികൊള്ളുന്നത്. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഈ 987 ചട്ടങ്ങൾ എന്ന് പറയുന്നത് ലോ ഓഫീസേഴ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് റൂൾസ്, അതിൽ ഇതിനകം ചൂണ്ടിക്കാണിക്കപ്പെട്ട 8ഉം 10ഉം ചട്ടങ്ങൾ. 8ാം ചട്ടം പറയുന്നത് സാധാരണഗതിയിൽ ഒരു നിയമ ഉദ്യോഗസ്ഥൻ ഒരു കേസ്, ഒരു ബ്രീഫ് ഗവൺമെന്റിന്റെ ബ്രീഫ് അല്ലാതെ, PSC പോലുള്ള സ്ഥാപനങ്ങളുടെ കേസ് അല്ലാതെ മറ്റ് രീതിയിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യരുത്. 10ാം ചട്ടം പറയുന്നത് അതിനുള്ള റിലാക്സേഷനെ കുറിച്ച്, ചില ഇളവുകളെ കുറിച്ചിട്ടാണ്. ഈ ഇളവുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇളവുകൾ അവകാശമല്ല, നാം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. റിലാക്സേഷൻ എന്ന് പറയുന്നത് റൈറ്റ് അല്ല. ഇളവുകൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇളവ് ഒരാൾ ആവശ്യപ്പെടുന്നു, അല്ലാതെ സ്വയംഭൂ പോലെ ഉണ്ടാവുകയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുകയല്ല. ഇളവ് ആവശ്യപ്പെടുന്നത് ആരാണ്? ഇളവ് ആവശ്യപ്പെടുന്നത് അറ്റോർണി ജനറൽ തന്നെയാണ്. ഇളവ് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അങ്ങനെ ഇളവ് ആവശ്യപ്പെടുകയും അത് നൽകുകയും ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ടുന്ന ചില വിശേഷ ബുദ്ധി, അല്ലെങ്കിൽ ചില വിവേചന ബുദ്ധി, ചില ജനാധിപത്യ ബോധം, ചില മൗലികത, അല്ലെങ്കിൽ ചില ധാർമ്മികത, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇവിടെ അറ്റോർണി ജനറലാണ് ഇളവ് ആവശ്യപ്പെട്ടത്. എന്ത് തരത്തിലുള്ള ഇളവാണ് ആവശ്യപ്പെട്ടതെന്ന് നോക്കൂ. അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ട ഇളവ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴെ വരുന്ന 3 കോടി ജനങ്ങൾക്ക് വേണ്ടി ഇവിടത്തെ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് രൂപീകരിച്ച ഒരു മദ്യനയത്തിനെതിരെ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഹാജരാകുവാനുള്ള അനുവാദമാണ് ഇളവിന്റെ രൂപത്തിൽ അറ്റോർണി ജനറൽ ചോദിച്ചത്. അത് ചോദിച്ചത് വഴി എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന 8ാം ചട്ടത്തിന്റെ പോലും ജനാധിപത്യപരമായ അന്തസ്സത്തയെ അദ്ദേഹം നിഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു ഇളവ് നൽകിയത് വഴി അതിന്റെ യഥാർത്ഥ അന്തസ്സത്ത നോക്കാതെ, അതിന്റെ ജനാധിപത്യപരമായ പ്രശ്നം ഇങ്ങനെ നോക്കുമ്പോൾ ഇളവ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി നൽകേണ്ടുന്ന, ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ വളരെ യാന്ത്രികമായി നൽകേണ്ടുന്ന ഒന്നല്ല. ജനഹിതമനുസരിച്ച് ജനങ്ങളുടെ ഇച്ഛ ഏതെന്ന് മനസ്സിലാക്കി ജനാധിപത്യപരമായി തീരുമാനമെടുത്ത് നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. ചില കേസുകൾ ഉണ്ടാകാം യാതൊരു തരത്തിലും പൊതുജന താല്പര്യമില്ലാത്ത, ഇല്ലെങ്കിൽ അതുവഴി ഗവൺമെന്റിന്റെ താല്പര്യത്തെ നിഗണിക്കാത്ത ചുരുക്കം ചില കേസുകൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള കേസുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ 8, 10 ചട്ടങ്ങളെ 3 കോടി ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഗവൺമെന്റ് രൂപീകരിച്ച നയത്തിനെതിരായി ഒരു സ്വകാര്യ ഉടമയ്ക്ക് വേണ്ടി വാദിക്കുവാനുള്ള അവകാശമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ 8, 10 ചട്ടങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. ഈ ചട്ടങ്ങളുടെ തന്നെ അന്തസ്സത്തക്കെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപരമായി ഭരണഘടനയുടെ അന്തസ്സത്തയുടെ അടിസ്ഥാനത്തിലാണ്, സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ജനതയുടെ നിർമ്മിതിയാണ് ഗവൺമെന്റ് എന്ന അടിസ്ഥാന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാണേണ്ടതും വിശദീകരിക്കേണ്ടതും എന്ന്. പക്ഷേ അജയ് തറയിൽ, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള കോൺഗ്രസും BJPയും ചേർന്നുള്ള കള്ളക്കളിയാണ് എന്നാണ് VS അച്യുതാനന്ദൻ പറയുന്നത്. ഏത് ബാറുകാരനോടും ചോദിച്ചാൽ കണ്ണും പൂട്ടി അവർ പറയും 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കാൻ പോവുകയാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാണിയെ ബാറുടമകൾ സഹായിച്ചത്. ആ ബാറുടമകൾ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കെ മാണി കുറ്റവിമുക്തനായിട്ടുള്ളത്. കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ബാറുടമകളുടെ മൊഴി അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് എന്ന്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള കള്ളക്കളിയാണ്, BJPയും കോൺഗ്രസും അറിഞ്ഞാണ് ഇതെല്ലാമെന്ന്. നികേഷേ,
ഇതിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന് ധാർമ്മികത, 2 ഭരണഘടനാ ലംഘനം, 3 അധികാര ദുർവിനിയോഗം. ഇത് 3ഉമാണ് അറ്റോർണി ജനറൽ ഇത് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി ഇതിന് ഉള്ള ഏത് ലൂപ്പ് ഹോൾസും എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ കൊടുത്തിരിക്കുന്നു എന്ന വിവേചനമാണ് എന്ന് ഏതെങ്കിലും വക്കീൽ സൂചിപ്പിച്ചാൽ ആ വിവേചനവും ഞങ്ങൾ ഇല്ലാതാക്കാം. കേരളത്തിലെ FL ലിക്കർ ഷോപ്പുകൾ നിർത്തണമെന്ന അത് വിവേചനത്തിൽപ്പെടുന്നുവെങ്കിൽ അതും ഞങ്ങൾ ഒഴിവാക്കാം. ഈ കേരളത്തിൽ ഏത് തരത്തിലുള്ള വിവേചനമാണ് എന്ന് പറഞ്ഞതും ഇല്ലാതെയാക്കിക്കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ പോളിസിയായ ഹാർഡ് ലിക്കർ ബാറുകളിൽ കൊടുക്കാൻ പാടില്ല, പൂട്ടിയിടണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് അഫിഡവിറ്റ് പോയിരിക്കുന്നത്, വക്കീലിനെ വെച്ച് വാദിക്കുന്നത്. ഒരു തർക്കവുമില്ല. ഇവിടെ അറ്റോർണി ജനറലിന് വേണ്ടി ശ്രീ രാജേഷ് അദ്ദേഹം വളരെ ഭരണഘടനാപരമായ നിയമങ്ങളും ലൂപ്പ് ഹോൾസും റൂൾസും എടുത്തുകൊണ്ട് വന്ന് ഇത് ഇവിടെ വിസ്തരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. കേരളത്തിന്റെ മദ്യനയം അട്ടിമറിക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ശ്രീ ഒ രാജഗോപാലും മുരളീധരന്റെയും നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ അനുവാദം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റിലെ പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ച് അവർ എതിർത്താൽ കൊടുക്കുകയില്ല. അവരുടെ കൺസെന്റോട് കൂടിയാണ് ശ്രീ അറ്റോർണി ജനറൽ ഹാജരായത്. രണ്ടാമത് ഭരണഘടനാ ലംഘനം എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മദ്യനിരോധനം നടപ്പാക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പൽ, ആ തത്വം അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രാഥമിക ഘട്ടത്തിൽ ഹാർഡ് ലിക്കറുകൾ നിർത്തലാക്കിയത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തെ ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യയുടെ കോടതിയിൽ സംരക്ഷിക്കേണ്ട അറ്റോർണി ജനറൽ അതിനെതിരെ ഹാജരായിരിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ ഒരേ പങ്കാളിത്തമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു അവധി കിട്ടി അല്ലെങ്കിൽ അനുവാദം കിട്ടിയതുകൊണ്ട് ഹാജരാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല അവിടെ ഹാജരായിട്ടുള്ളത്. അദ്ദേഹം വന്നത് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത വണ്ടിയിലാണ്. അദ്ദേഹം അവിടെ അനുഭവിച്ചത് മുഴുവൻ ഇന്ത്യ ഗവൺമെന്റിന്റെ സൗകര്യങ്ങളാണ്. അദ്ദേഹം കോടതി മുറിക്കകത്ത് അറ്റോർണി ജനറലിന്റെ എല്ലാ പദവികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കയറിയത്. അദ്ദേഹത്തിന് ഇരുന്ന സീറ്റും അതേ സീറ്റിലാണ്. അദ്ദേഹം അറ്റോർണി ജനറലിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് 28-ാം തീയതിക്ക് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഒരിക്കലും പേഴ്സണൽ ആയിട്ടല്ല. അദ്ദേഹം അറ്റോർണി ജനറലിന്റെ എല്ലാ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ബാറുകൾക്ക് വേണ്ടി, ഒരു ബാറിന് വേണ്ടിയല്ല അദ്ദേഹം ബാധിക്കുന്നത്. ഒരു ബാറിന് വക്കാലത്ത് ഒപ്പിട്ടുകൊണ്ട് കേരളത്തിലെ 4 സ്റ്റാർ ഹോട്ടലുകൾക്കും 3 സ്റ്റാർ ഹോട്ടലുകൾക്കും വേണ്ടിയാണ് അറ്റോർണി ജനറൽ ഈ അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പേഴ്സണലായിട്ടല്ല അവിടെ വന്നത്. അറ്റോർണി ജനറലിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ കണ്ടതും. അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നു 28-ാം തീയതിക്ക് കേസ് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് ഒഴിവില്ല, അസൗകര്യമുണ്ട്, അതുകൊണ്ട് കേസ് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് അധാർമികമാണ്. ഇത് BJP എന്ന രാഷ്ട്രീയ അധാർമികതയുടെ ഒരു പ്രതീകമായി നിൽക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിലെ മദ്യ നിരോധനം എന്ന് പറയുന്ന UDFന്റെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഒന്നാമത്തെ കണ്ണിയാണിത്. ദയവായി തുടരുക. ഞാൻ രാജേഷിലേക്ക് വരാം, ഒപ്പം തന്നെ ആന്റണി രാജുവിലേക്കും. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അറ്റോർണി ജനറലിന്റെ പദവി ദുരുപയോഗിച്ചു എന്ന അജയ് തറയിലിന്റെ ആക്ഷേപം. ശ്രീ ഹാരിസ് ബീരാൻ, താങ്കളോടായിരുന്നു ചോദ്യം. അറ്റോർണി ജനറലിന്റെ പദവി ദുരുപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ബാർ ഉടമകൾക്ക് വേണ്ടി മുകുൾ റോത്തഗി ഹാജരായത് എന്നാണ് അജയ് തറയിൽ ആക്ഷേപിച്ചത്. താങ്കൾ കേട്ടിട്ടുണ്ടാകും. അതിന് മറുപടി വളരെ ചുരുക്കി.
നിയമപരമായിട്ട് അദ്ദേഹം ഹാജരാവാൻ അദ്ദേഹത്തിന് പാടുണ്ടായിരുന്നോ, യോഗ്യതയുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഈ കേസിൽ ഹാജരാവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അത് വ്യക്തമാക്കിയല്ലോ ശ്രീ ഹാരിസ് ബീരൻ. പക്ഷേ ഇവിടെ അറ്റോർണി ജനറലിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാര പദവികളെല്ലാം അദ്ദേഹം ഇന്ന് ഹാജരാകും വരുമ്പോൾ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അറ്റോർണി ജനറൽ എന്ന ഔദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വാദമുഖങ്ങൾ അല്ലെങ്കിൽ ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള വാദമുഖങ്ങൾ മുകുൾ റോത്തഗി ഉന്നയിച്ചത് എന്നാണ് അജയ് തറയലിൻ്റെ. അതേക്കുറിച്ച് താങ്കൾക്ക് പറയാനാകുമോ? ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ അറ്റോർണി ജനറൽ ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനാണ്. സീനിയർ അഭിഭാഷകന് ഏതൊരു കക്ഷിക്കും ഏത് സമയത്തും കേസ് എൻഗേജ് ചെയ്യാം. ആ സീനിയർ അഭിഭാഷക പദവി ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട്. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ വന്നിരിക്കുന്ന പദവിയാണ്. മുമ്പ് അദ്ദേഹം പല കേസിലും ഹാജരായിട്ടുണ്ടാകും. ആ കേസുകളെല്ലാം തന്നെയും അറ്റോർണി ജനറലിന് ആയതിനു ശേഷം എനിക്കറിയാം അവിടെ ആന്റണി രാജുവും വി രാജേഷും മറുപടി പറയാതിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, മുമ്പ് ഹാജരായ കേസുകളുടെ തുടർച്ചയാണിത് എന്നുള്ളതാണ് ഒരു വാദം. അല്ല, ഇവിടെ മുൻപ് അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നവും. ഇവിടെ ഇത്തരം കേസുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇളവ് ചോദിക്കുന്ന ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇളവ് നൽകുന്ന ഗവൺമെന്റും ഈ കാര്യത്തിൽ ഒരുപോലെ ഉത്തരവാദികളാണ്. മുൻപ് ഇത്തരം കേസുകളും ഇല്ലെങ്കിൽ ഇത് സമാനമായ കേസുകളിൽ ഹാജരായി എന്നുള്ളത് കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് നമ്മളെ വാസ്തവത്തിൽ ഗവൺമെന്റിനെ കൂടുതൽ ജാഗ്രതപ്പെടുത്തുകയാണ് വേണ്ടത്. അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്ത ബോധം അതുകൊണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ചുമതലാബോധം ആ കാര്യത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അത് കാര്യങ്ങളെ കൂടുതൽ ഗൗരവപ്പെട്ടതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ സർക്കാരിന്റെ പോളിസി, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പോളിസി ആയാൽ പോലും അത്തരം പോളിസികളെ എതിർക്കുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരായി ഈ പറയുന്ന 12ാം ചട്ടം അനുസരിച്ചിട്ടുള്ള അനുമതിയോടുകൂടി പോലും അറ്റോർണി ജനറൽ ഹാജരാകുന്നത് ഭരണഘടനയുടെ അന്തഃസത്തയ്ക്കെതിരാണ് എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന പോയിന്റ്. അത് എന്റെ അഭിപ്രായത്തിൽ മുൻപ് സമാനമായ കേസുകളിൽ ഹാജരായിട്ടുണ്ട് എന്ന ന്യായത്തിന്റെ പേരിലാണെങ്കിൽ അത് കൂടുതൽ ഗൗരവതരമാവുകയാണ് ചെയ്യുന്നത്. എന്റെ എളിയ അഭിപ്രായത്തിൽ ഈ ഒരു നിലപാടിൽ നിന്ന് അറ്റോർണി ജനറൽ അടിയന്തരമായി പിന്മാറുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ള അനുമതി അടിയന്തരമായി പിൻവലിക്കുകയാണ് വേണ്ടത്. ഇതുവഴി ഇന്ന് നാട്ടിൽ നടക്കുന്ന പല പ്രധാനപ്പെട്ട കേസുകളിലും പലപ്പോഴും ഉന്നത കോടതികളിൽ പോലും കാര്യങ്ങൾ ജനസിദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ള വസ്തുത മറ നീക്കി പുറത്തു വരികയാണ്. ശ്രീ ആന്റണി രാജു, ബാർ ഉടമയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ നാഗേശ്വർ റാവുവിൽ നിന്ന് അല്ലെങ്കിൽ നാഗേശ്വർ റാവുവിനോട് മാണിക്കെതിരെ കേസെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. വേണ്ട എന്ന് നാഗേശ്വർ റാവു പറയുന്നു. പിന്നീട് നമ്മൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഈ ബാർ ഉടമകൾ പറയുന്ന വാദം തന്നെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇന്ത്യയിലെ സുപ്രീം ലോ ഓഫീസറോട് ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരാകാൻ കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതൊക്കെ തന്നെയും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത മറ്റെന്തോ സഹകരണം, ഏതൊക്കെയോ കണ്ണികൾ തമ്മിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നില്ലേ? അങ്ങനെ ഒരു അവിശ്വാസത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ട പദവിയാണോ അറ്റോർണി ജനറലിൻ്റേത്? അല്ല, നികേഷ്, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇതിനകത്തൊരു നിയമവശമുണ്ട്, ധാർമ്മിക വശമുണ്ട്, രാഷ്ട്രീയ വശമുണ്ട്. നിയമപരമായി നോക്കിയാൽ, സ്ട്രിക്റ്റ് സെൻസിലെ നിയമപരം നോക്കിയാൽ ഇതിനകത്ത് ഈ അഭിഭാഷകന് ഹാജരാകാൻ ഒരു സ്വകാര്യ അഭിഭാഷകൻ എന്നുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട് ഹാജരാകാനുള്ള റിലാക്സേഷൻ്റെ ലൂപ്പ് ഹോൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കാരണം ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു കക്ഷിയല്ല. കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഇതിനകത്ത് കക്ഷിയല്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഒരു മദ്യ നയം എടുത്തിട്ടില്ല. കാരണം ബാറുകൾ അടയ്ക്കണമോ കേരളം എടുത്തിട്ടുള്ള ഒരു നയം കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സ്വകാര്യ അഭിഭാഷകൻ എന്നുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ നിയമത്തിലെ ചില പഴുതുകൾ അദ്ദേഹത്തിന് അനുവാദം നൽകുന്നുണ്ട്. ആ നിയമത്തിൻ്റെ പഴുതുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇവിടെ സമാനമായൊരു കേസിൽ കേരളത്തിൽ തന്നെ പ്രമാദമായ മാർക്ക് ലിസ്റ്റ് കേസിൽ 1989 അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാമസ്വാമി പ്രതിക്ക് വേണ്ടി ഗവൺമെൻറ് കേസെടുത്തിരിക്കുന്ന ഒരു കേസിൽ ഇവിടെ പ്രതിക്ക് വേണ്ടി അന്ന് ഗവൺമെൻറ് ഭാഗം വാദിച്ചത് അഡ്വക്കേറ്റ് ഇംതിയാസ് അഹമ്മദാണ്. മറുവശത്ത് സോളിസിറ്റർ ജനറൽ പ്രതിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇവിടെ വന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ
പ്രീസിഡൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ, സെക്ഷൻ 10 റിലാക്സേഷൻ്റെ ലൂപ്പ് ഹോളാണ് ഇവിടെ ഉപയോഗിച്ചത്. പക്ഷേ ധാർമ്മികമായി നോക്കുമ്പോൾ കേരള ഗവൺമെൻറ് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ധാർമ്മികമായി ഈ കേസ് എടുത്തത് അങ്ങേ അറ്റം തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായി നോക്കുമ്പോൾ അങ്ങ് പറയുന്നത് ശരിയല്ല. കാരണം ഈ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ എടുത്തിട്ടുള്ള നിലപാട് ഇന്നലെ പറഞ്ഞ പോലെ ക്യാവിയറ്റ് ഉണ്ട്. വേണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുള്ള ലൈസൻസ് റദ്ദാക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയും ഇല്ലെന്ന് മാത്രമല്ല, ഒരു ബാറും തുറക്കാൻ, ബാറുടമകൾക്ക് കൂട്ടുനിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുകയില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഹാജരായ കപിൽ സിബൽ എന്ന് പറഞ്ഞ അഭിഭാഷകന്റെ നിലപാട് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഒത്തുകളിയും ബാറുകളുമായി നടത്തുന്നില്ല. അങ്ങനെ ഒരു ഒത്തുകളിയും പ്രതീക്ഷിക്കേണ്ട ബാറുകൾ പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല. ശ്രീ വി രാജേഷ്, എനിക്കൊരു ഇടവേള പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി. ഒത്തുകളിയില്ല എന്ന് ആന്റണി രാജു പറയുമ്പോഴും ഇതിനകത്ത് ചില കണ്ണികൾ വേണമെങ്കിൽ യോജിപ്പിക്കാവുന്നതാണ്. ഞാൻ നിരുത്തരവാദപരമായി ഒന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാതിരിക്കാനും വയ്യില്ല. നാഗേശ്വർ റാവു അത് ബാറുകൾക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകനാണ്. ആ അഭിഭാഷകനോടാണ് മാണിക്കെതിരെ കേസെടുക്കണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. വേണ്ട എന്ന് പറയുന്നു. നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അറ്റോർണി ജനറലിന് തന്നെ ബാറുടമകൾ വക്കാലത്ത് നൽകുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കണ്ണികൾ യോജിപ്പിക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ അദാനി വന്നതിന് ശേഷം BJPയും UDFും തമ്മിൽ വലിയ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന്. അത് നേരത്തെ ശ്രീ അജയ് തറയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് അവിടെ പ്രസക്തമാകുന്നത്. ഒരു പരിധിവരെ BJPയുടെ സംസ്ഥാന ഘടകത്തോട് ചോദിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനം, ഇതിപ്പോൾ എല്ലാ കേസുകളിലും ഹാജരാകുന്നയാളല്ല മുകുൾ റോത്തഗി പ്രൈവറ്റ് കേസിൽ തന്നെ ഹാജരാകുന്നത് വളരെ അപൂർവമാണ്. ആ ഹാജരാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എതിർകക്ഷിയായി നിൽക്കുന്നു. ഞാൻ നേരത്തെ ഉന്നയിച്ച വാദം അവർ പ്രസക്തമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഞാൻ എന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഞാൻ എന്ന ഇന്ത്യക്കാരനായ മലയാളി എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് അപ്പുറത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത രാഷ്ട്രീയമുണ്ടോ? നികേഷ്, വലിയ ചോദ്യമാണ്. ഒരുപാട് പേർ മറുഭാഗത്ത് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം അനുവദിക്കപ്പെടുമെന്ന് അറിയില്ല, ഞാൻ പറയാം. ഇവിടെ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന BJP കോൺഗ്രസിന്റെ ഒരു നയപരിപാടികളും ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നതല്ല. ആ പ്രസ്ഥാനം തന്നെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണം, അഴിമതിക്കാരായ പാർട്ടിക്കാരെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 3 വശം ഇതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിന്. ഒന്ന്, ധാർമ്മികതയുടെ വശം. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയി വരൂ ശ്രീ രാജേഷ്. ഹാജരാകാൻ പാടില്ല. രാജേഷിന് വളരെ സമയം തരികയും ധാർമ്മികവും നിയമപരവും രാഷ്ട്രീയവുമായ വശങ്ങളെക്കുറിച്ച് രാജേഷ് പറയുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് വരൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? കുത്തുകൾ യോജിപ്പിച്ചു നോക്കുമ്പോൾ വേണമെങ്കിൽ യോജിപ്പിക്കാം. പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകുന്നേരം ആ കുത്തുകൾ യോജിപ്പിച്ചു പറഞ്ഞു തന്നിരിക്കുന്നു. കേന്ദ്രത്തിലെ സർക്കാരും കേരളത്തിലെ സർക്കാരും ഒത്തുകളിക്കുകയാണ്, കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണ്. നികേഷ്, സുപ്രീം കോടതിയിൽ ഒരു കേസൊക്കെ വരുമ്പോൾ BJP സംസ്ഥാന ഘടകത്തോട് അഭിപ്രായം ചോദിച്ചിട്ടോ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടോ അല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ വിഴിഞ്ഞം പോലെ അതുപോലെയൊക്കെ നിരന്തരം ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങൾ മാത്രമാണ്, ആറന്മുള ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ മാത്രമാണ് നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇവിടെ നിലവിലുള്ള 1987 അന്ന് ഭരിച്ചിരുന്നത് ശ്രീ VP സിംഗ് ആണ്. 87 നിലവിലുണ്ടായിരുന്ന ഒരു നിയമം അനുസരിച്ച് അറ്റോർണി ജനറൽ ഒരു പെർമിഷൻ വാങ്ങി അദ്ദേഹം ഹാജരായി. ഇതിൽ സംസ്ഥാന BJP ഘടകമോ കേന്ദ്ര ഗവൺമെന്റോ ഒന്നും തന്നെ, BJP ഘടകം കേന്ദ്ര ഗവൺമെന്റായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ആവശ്യവുമില്ല, അങ്ങനെ നടന്നിട്ടുമില്ല. ശ്രീ VS അച്യുതാനന്ദനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഉന്നയിക്കുന്നത് അരുവിക്കരുടെ പശ്ചാത്തലത്തിൽ അവർക്ക് കുറെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. നിലവിലുള്ള ഒരു നിയമമാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ട് പിന്നെ ആ നിയമം മാറ്റണം എന്നുള്ളതാണ് ധാർമ്മികമായി ഞങ്ങളുടെ വശം. ഇവിടെ അജയ് തറയിൽ പറയുന്നത് ബാറുടമകളും BJPയും തമ്മിൽ ധാരണയുണ്ട്. VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ധാരണയുണ്ട്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പ്രത്യക്ഷത്തിലൊന്നും കാണാനും കഴിയില്ല, ഇനി ഭാവിയിലും കാണാൻ കഴിയാത്ത ഉന്നതങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബാറുടമ പോളക്കുളം കൃഷ്ണദാസ് നമ്മോടൊപ്പം ടെലിഫോണിലായിട്ടുണ്ട്. കൃഷ്ണദാസ്, ഇന്ന്
നമുക്ക് ഈ വിഷയം അങ്ങോട്ട് മാറ്റിവെക്കാം. അറ്റോർണി ജനറൽ ഹാജരായി എന്നുള്ളത് അങ്ങ് മാറ്റിവെച്ചാൽ അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നൊരു വിധി പ്രതീക്ഷിച്ചിട്ടല്ലേ പോയത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പിക്കും വിധം അറ്റോർണി ജനറൽ പോയി അരമണിക്കൂർ വാദിക്കുകയാണ്. ഞങ്ങളുടെ അറിവനുസരിച്ച് ഇന്ന് ഇടക്കാല വിധി ഉണ്ടാകേണ്ടതാണ്. ആ ഇടക്കാല വിധി ഉണ്ടാകാതെ പോയത് ആ മേഖലയിൽ ഒരു കോർഡിനേഷൻ, നിങ്ങൾ ബാർ ഉടമകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോയതാണോ അതോ എല്ലാവരും ചേർന്നുള്ള ഒരു ഡ്രാമ തന്നെയായിരുന്നു അത്? ഒരിക്കലുമല്ല നികേഷ്. ഞാനിപ്പോ ഇതിന്റെ ചർച്ച നടന്നത് ആദ്യ ഭാഗം ഞാൻ കേട്ടിട്ടില്ല, എങ്കിലും ഒരിക്കലും അങ്ങനെ കോർഡിനേഷൻ ഇഷ്യൂ അല്ലായിരുന്നു. ഇന്ന് സർക്കാർ ഈ വികലമായ മദ്യനയത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ഇന്ന് കേസ് എടുത്തപ്പോൾ സർക്കാരാണ് പാസ് ഓവർ ചോദിച്ചത്. സർക്കാർ ഇത്ര മറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അറ്റോർണി ജനറൽ മുതൽ പ്രമുഖരായ പല വക്കീലുമാരും അവിടെ റെഡിയായി നിൽക്കുമ്പോൾ ഗവൺമെന്റ് പാസ് ഓവർ ചോദിച്ചു. പാസ് ഓവർ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ എനിക്ക് അരമണിക്കൂർ ആർഗ്യൂ ചെയ്യാൻ സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുള്ള ഇന്ന് ഉച്ച വരെ കോടതിയുള്ളൂ, ഇന്ന് ഉച്ച കഴിഞ്ഞാൽ കോടതി ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ സമയം ചോദിച്ചപ്പോൾ സമയം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കോടതി ഇത് വേറെ ദിവസത്തേക്ക് വെച്ചത്. അതിനേക്കാൾ ഉപരി ഈ ഞങ്ങളുടെ ഐറ്റം നമ്പർ 27 ആയിരുന്നു. 25 ഐറ്റം നമ്പർ 25 വരെ ശ്രീ കപിൽ സിബൽ ഗവൺമെന്റിന്റെ വക്കീൽ അവിടെ ഹാജരായിരുന്നു. അത് ആ സമയത്ത് എഴുന്നേറ്റ് പോയി. സർക്കാർ ഇതിൽ നിന്ന് മനഃപൂർവ്വം ഓടി ഒളിച്ച് ഈ കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ വ്യവസായത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ല, സർക്കാർ ശരിയാണ്. ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ബി ബാലഗോപാൽ കോടതിയിലുണ്ടായിരുന്നു. ബാലഗോപാൽ എന്നോട് പറഞ്ഞത് ഇന്ന് ഗോപാൽ ഗൗഡ, UV ലളിത്, അനിൽ ആർ ദവേ എന്നിവരുടെ ബെഞ്ചിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ അനിൽ ആർ ദവെയാണ് ഇന്ന് ബെഞ്ച് ഹെഡ് ചെയ്തത്. ഇന്നത്തെ ബെഞ്ചിൽ അനിൽ ആർ ദവയ്ക്കൊപ്പം RK അഗർവാൾ എന്ന ജൂനിയർ ജഡ്ജാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അനിൽ ആർ ദവെ ബാർ ഉടമകൾക്ക് സ്റ്റേ കൊടുക്കണം എന്ന വാദഗതി അനുസരിച്ചാണ് കഴിഞ്ഞ ബെഞ്ചിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് അനിൽ ആർ ദവയ്ക്കൊപ്പം RK അഗർവാൾ എന്ന ജൂനിയർ ജഡ്ജ് കൂടി പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഐഡിയലായി വിധി ലഭിക്കാൻ കഴിയുക ഇന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് അറ്റോർണി ജനറൽ ഹാജരായതോടുകൂടി അത് അല്ലെങ്കിൽ അദ്ദേഹം 30 മിനിറ്റ് ചോദിക്കുന്നു. അപ്പോൾ 30 മിനിറ്റ് ചോദിച്ചാൽ 1 മണിക്കൂർ പോകും. അപ്പോൾ മറുഭാഗത്തും 1 മണിക്കൂർ കൊടുക്കേണ്ടി വരും. ഇന്ന് കേസ് തീർക്കാനാകില്ല എന്ന് പറഞ്ഞ് 28-ാം തീയതിയൊക്കെ മാറ്റിയെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ അറ്റോർണി ജനറൽ എന്നുള്ളത് നിങ്ങളുടെ പൊതു തീരുമാനമാണോ അതോ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നോ എന്ന്? അല്ല, അറ്റോർണി ജനറൽ ഹാജരായത് 4 സ്റ്റാർ ഹോട്ടൽസിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3 സ്റ്റാർ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ എല്ലാ ഹോട്ടൽസിനും വേണ്ടി തന്നെയാണ് അഡ്വക്കേറ്റ്സിന് അവിടെ സീനിയർ അഡ്വക്കേറ്റ്സിന് നിയോഗിച്ചത്. ഇതൊന്നും ഈ സത്യത്തിലുണ്ടായത് ഗവൺമെന്റ് ഇത് പാസ് ഓവർ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേസ് എടുക്കാതിരുന്നത്. പിന്നെ അനുകൂലமான ബെഞ്ചാണോ പ്രതികൂലமான ബെഞ്ചാണോന്നും ഇപ്പൊ എനിക്ക് അഭിപ്രായം അറിയില്ല. അത് കേസ് വാദിച്ചു കഴിയുമ്പോൾ സുപ്രീം കോടതിയിൽ സത്യസന്ധമായ ഒരു വിധി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ഇതിന് ഏതറ്റം വരെ അവസാന നിമിഷം വരെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. വേറെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഗവൺമെന്റിനെതിരെ ഈ നിയമ നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യാനല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ അത് പരമാവധി ഏതറ്റം വരെ അതിന് പോകും. അതാണ് ബാർ ഉടമകളുടെ വേഷം. ശ്രീ VV രാജേഷ്, ഇന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് ബാർ ഉടമകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ മുകുൾ റോത്തഗിക്ക് അനുവാദം കൊടുത്തത് നിയമ മന്ത്രാലയമാണ്. BJP സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചിട്ടാണ് നിയമ മന്ത്രാലയം ഈ തീരുമാനമെടുത്തതെന്ന്. നിയമമന്ത്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സദാനന്ദ ഗൗഡയാണ്, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ. കഴിഞ്ഞ 2 ദിവസമായി V മുരളീധരൻ ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് പോലും. നികേഷ്, ശ്രീ V മുരളീധരൻ ഡൽഹിയിൽ ഉണ്ട് എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ പ്രകാരം അതൊന്നും ശ്രീ VSനെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അദ്ദേഹത്തെ പോലെ ഇത്രയും മുതിർന്ന നേതാക്കൾ തന്നെ അടിസ്ഥാനരഹിതം അവരുടെ പാർട്ടിയുടെ പരാജയം അവർക്ക് പരിഹരിക്കണമെങ്കിൽ അതിന് മാർഗങ്ങൾ വേറെയാണ്. തികച്ചും നിരുത്തരവാദമായ ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കേണ്ട യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ ശ്രീ അജയ് തറൽ പറഞ്ഞ ഞാൻ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല ഹാജരായെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ഐ ആം അപ്പിയറിംഗ് ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ഇന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഹാജരാകുന്നു എന്ന് വരുന്നത്. അല്ലാതെ അദ്ദേഹം ഏത് കാറിൽ വരുന്നു, ഏത് സീറ്റിൽ ഇരിക്കുന്നു എന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇവിടെ നികേഷ്, കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. BJPക്ക് അരുവിക്കര നിയോജക മണ്ഡലത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം കൈവരിക്കുവാൻ സാധിച്ചു. ആ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു തരത്തിലും ആ വളർച്ചയെ തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തികച്ചും നിയമത്തിൻ്റെ ആധികാരികമായ വശങ്ങളിലേക്ക് സാധാരണ പാവപ്പെട്ട ജനങ്ങൾ പോകാൻ സാധിക്കാറില്ല, പോകാറുമില്ല. അവരെ വളച്ചൊടിച്ചു, ഈ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ VSും ശ്രീ കോടിയേരിയും ശ്രീ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ BJPയുടെ ചുമലിലേക്ക് വയ്ക്കുവാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ പറയുന്നു, ഈ നിയമങ്ങളിൽ മാറ്റം വരണം.
ഇന്ന് മുഗൾ റോത്തഗി ഹാജരായത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ നിയമനിർമ്മാണം നടത്തിയത് BJP അല്ല. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് അഭിഭാഷകർ പ്രൈവറ്റ് കേസുകളിൽ ഹാജരാകുന്നത് കൊണ്ട് ഗവൺമെന്റ് കേസുകളിലുള്ള ഫോക്കസ് കുറയുന്നു എന്നുള്ള കാരണത്താൽ നിങ്ങൾ പരമാവധി അത് ഒഴിവാക്കണമെന്ന് ശ്രീ സദാനന്ദ ഗൗഡ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് താങ്കളുടെ വാദം. തുടരുക ശ്രീ ആന്റണി രാജു. ഇവിടെ മഹാരാജ്യത്തെ മുഴുവൻ ബാർ കോഴ കേസ് തീർപ്പാക്കാനാകില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. അത് കെ മാണിക്കും ബോധ്യമുണ്ടാവുമല്ലോ. ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ആ സംശയത്തിന് താങ്കൾ മറുപടി പറഞ്ഞാൽ ആദ്യം അറ്റോർണി ജനറലിനെ കൊണ്ട് വിജിലൻസിൻ്റെ നിയമോപദേശം തേടി, അത് പക്ഷേ പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നതിനാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ഇപ്പോൾ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ അനുവദിച്ചു കൊടുത്ത് ഹോട്ടൽ ഉടമകളെ വരുതിയിൽ നിർത്താൻ വേണ്ടിയും പിന്നീട് അവർ മൊഴിമാറ്റ നടത്താനോ അല്ലെങ്കിൽ കുറ്റസമ്മത മൊഴിയാക്കാനോ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും മുതിർന്ന ലോ ഓഫീസറെ കൊണ്ട് ഈ നിലയിലൊരു പണിയെടുപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിച്ചുകൂടെ? അല്ലല്ല, ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലല്ലോ നികേഷ്. കാരണം ഈ കേരളത്തിൽ കേരള ഹൈക്കോടതിയിൽ ഈ കേസ് നടന്നപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാട് വളരെ ഉറച്ച നിലപാടല്ലേ? അതുകൊണ്ടല്ലേ ബാർ ഉടമകൾക്കെതിരായിട്ടൊരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രത്തിലും സുപ്രീം കോടതിയിലും ഈ കേസിന് തുടക്കം മുതലേ വളരെ സീരിയസ് ആയിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് നിലപാടെടുക്കുന്നത് കൊണ്ടല്ലേ ഒരു ഇടക്കാല ഉത്തരവ് കിട്ടാതെ പോയെന്ന് നികേഷിനറിയാം. ഇതേ കേസിൽ ഇതിനു മുമ്പ് ഇടക്കാല ഉത്തരവ് വാങ്ങിച്ച് കാവിയറ്റ് ഗവൺമെൻറ് ഫയൽ ചെയ്യാത്തതുകൊണ്ട് ഇടക്കാല ഉത്തരവ് സമ്പാദിച്ച് ബാറുകൾ തുറന്നു വച്ചിരുന്നവരാണ് ബാർ ഉടമകൾ. ഇപ്പോൾ ഞങ്ങൾ കാവിയറ്റ് ഫയൽ ചെയ്തു, മാത്രമല്ല വേണമെങ്കിൽ 5 സ്റ്റാർ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ബാർ ഉടമകളുമായി ഞങ്ങൾ നടത്തുകയില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചന കൊടുത്തു കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയാം, ബാർ ഉടമകൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഔദാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഗവൺമെൻറ് ഉറച്ച നിലപാടായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ബാറുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സംസ്ഥാന ഗവൺമെൻറ് എടുക്കാൻ പോകുന്നില്ല. തുടരുക ശ്രീ അജയ് തറയിൽ. ഇന്ന് കേരളത്തിൻ്റെ അഭിഭാഷകനാകേണ്ടിയിരുന്നത് കപിൽ സിബലാണ്. കപിൽ സിബൽ മറ്റൊരു കേസിലേക്ക് പോവുകയായിരുന്നു. സാങ്കേതികത്വമാണ്, പാസ് ഓവർ പറഞ്ഞു. പക്ഷേ ഇവിടെ അറ്റോർണി ജനറൽ ഹാജരാവുകയാണ്. അറ്റോർണി ജനറൽ അരമണിക്കൂർ എന്ന വാദം ഉന്നയിച്ചത് കൊണ്ടാണിത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. അറ്റോർണി ജനറൽ പ്രാഥമികമായ വാദം അവിടെ ഉന്നയിക്കുകയും നേരത്തെ തന്നെ വാദം പൂർത്തിയായതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഏറ്റവും ഫേവറബിളായ ബെഞ്ചായിരുന്നു ഇന്നുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ കപിൽ സിബൽ അവിടെ നിന്ന് മാറിപ്പോയത് ബാർ ഉടമകൾക്ക് വേണ്ടിയായിരുന്നോ എന്ന ചോദ്യവും സ്വാഭാവികമായും വരാം. എൻ്റെ നികേഷേ, അത് ഒരു നിലനിൽക്കാത്ത വാദഗതിയല്ലേ? കപിൽ സിബല് കേരളത്തിലെ ബാർ ഉടമകൾ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി കേസ് സുപ്രീം കോടതി കേരളത്തിൽ വന്ന് ബാധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം കപിൽ സിബലിനെ ബന്ധപ്പെടുകയും പാർട്ടി ഹൈക്കമാൻഡ് ഇടപെട്ടുകയും ചെയ്തുകൊണ്ട് അത് ബാർ ഉടമകൾക്ക് വേണ്ടി പോകാൻ പാടില്ല, ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു നിലപാടെടുത്തു. അദ്ദേഹത്തിന് ഒരു വക്കീൽ എന്ന നിലയിൽ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന പൈസയ്ക്ക് പരിമിതികളുണ്ട്. കേരളത്തിലെ ബാറുകാരിൽ നിന്ന് കോടികൾ വാങ്ങാമായിരുന്നു. പക്ഷേ കപിൽ സിബൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനമായതുകൊണ്ട് കേരള ഗവൺമെൻറ് വേണ്ടി നിന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജേഷിനോട്, ഇത്രയും നേരം വളരെ ഉച്ചൈശ്വരം പറയല്ലേ, ഒരു നിമിഷമെങ്കിലും ഈ അറ്റോർണി ജനറൽ ചെയ്ത നടപടി തെറ്റായിപ്പോയെന്നും അദ്ദേഹത്തിനെ വിലക്കണമെന്ന് പാർട്ടി നേതൃത്വം ഡൽഹിയിലോട് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. അവൾ പൂർണ്ണമായും അതിൽ BJP പങ്കാളിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അജയ് തറയിൽ പറയുന്നത്. ശ്രീ വി രാജേഷ്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പണ്ട് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വമാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ആ അഭിഷേക് മനു സിംഗ്വിയെ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ആ മര്യാദ പോലും മാന്യത എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, മര്യാദ പോലും സംസ്ഥാന BJP നേതൃത്വം കാണിച്ചില്ല. അജയ് തറയിൽ ആക്ഷേപിക്കുന്നത് അതിലൂടെ മനസ്സിലാകുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്നാണ്. വി രാജേഷിനോട് ചോദിക്കാൻ ഇനി സമയമില്ല. ശ്രീ വി രാജേഷ് അവസാനം വേണമെങ്കിൽ താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ഇതിലൊക്കെ രാഷ്ട്രീയ കളികളില്ലേ? നമ്മളിപ്പോൾ ഇത്രയധികം ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിലെല്ലാം തന്നെയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെയധികമില്ലേ? താങ്കൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കണ്ട ആളായതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്.
രാഷ്ട്രീയം പറയാനല്ല നികേഷ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം ഞാൻ മിണ്ടാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയം പറയാനല്ല, സത്യം പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. നിയമം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിയമപരമായിട്ട് അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. ശരി, രാജേഷ് കൂട്ടിച്ചേർക്ക്, നമുക്ക് അവസാനിപ്പിക്കാം. നികേഷ്, ശ്രീ അജയ് തറൽ പറഞ്ഞത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം മനു അഭിഷേക് സിംഗ്വിയും മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസ് പ്രവർത്തകനാണ്. മുകുൾ റോത്തഗി ഒരു BJP പ്രവർത്തകനല്ല. അദ്ദേഹം നിയമപരമായി അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട അധികാരം മാത്രമേ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളൂ. മറ്റൊന്ന്, ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറണം. ഞാൻ പറഞ്ഞല്ലോ, അരുൺ ജെയ്റ്റ്ലി ഇല്ലെങ്കിൽ ഇന്ന് മുകുൾ റോത്തഗി ഇല്ല. അരുൺ ജെയ്റ്റ്ലി ഇല്ലെങ്കിൽ മുകുൾ റോത്തഗി ഇന്ന് അറ്റോർണി ജനറൽ ആകില്ല. അപ്പൊ അരുൺ ജെയ്റ്റ്ലിയുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, പേഴ്സണൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് മുകുൾ റോത്തഗി. നികേഷ് പറഞ്ഞാൽ നികേഷ് അല്ല, അങ്ങനെ നികേഷ് പറഞ്ഞാൽ നികേഷ് കുമാർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരികയില്ല. നികേഷ്, അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ലേ നികേഷ്? ഇവിടെ മനു അഭിഷേക് സിംഗ്വിക്കോ കപിൽ സിബലിനോ എതിരെ ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകനല്ല. ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അരുൺ ജെയ്റ്റ്ലി ഇല്ലെങ്കിൽ അല്ലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സീരിയസ് ആയിട്ടില്ല പറഞ്ഞത്. റിപ്പോർട്ടർ നികേഷ് കുമാർ ഉള്ളതുകൊണ്ട് റിപ്പോർട്ടർ ചാനലുണ്ട്, ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നു. അരുൺ ജെയ്റ്റ്ലി ഉള്ളത് കൊണ്ട് റോത്തഗി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങൾ മാത്രമാണ്. വ്യക്തമാണ്. വളരെ നന്ദി ആന്റണി രാജു. പറഞ്ഞോളൂ. ആന്റണി രാജു, അജയ് തറയിൽ, ഹാരിസ് ബീരാൻ, VV രാജേഷ്, കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവസാനിക്കുന്നു. നമസ്കാരം.